Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് CPT Pathology and Laboratory ചാപ്റ്ററിലെ ഇവോക്കേറ്റീവ് ഓർ സെപ്പറേഷൻ ടെസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. So, evocative or suppression testing refers to a class of tests performed where one substance is measured both before and after the administration of another substance to determine if the levels are stimulated or suppressed. They are most commonly performed in the evaluation of possible endocrine disorders. ഇവോക്കേറ്റീവ് അല്ലെങ്കിൽ സപ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകൾ പെർഫോം ചെയ്യും. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ മെഷർമെൻ്റ് ആണ് നോക്കുക. അതായത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യും. അത് എയ്തർ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓർഗനോ അല്ലെങ്കിൽ കാര്യത്തിൻ്റെ സ്റ്റിമുലേഷൻ ആയിരിക്കും. അതായത് അതിനെ ആ ഒരു ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ആ ഒരു പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്യുക, സപ്രസ് ചെയ്യുക. ഇതാണ് മെയിൻലി ഈ ഒരു ടെസ്റ്റിങ്ങിൽ പറയുന്നത്. അപ്പം ഇവോക്കേറ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റിമുലസിനെ നമ്മുടെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യും. സോ ഈ ഒരു സബ്സ്റ്റൻസ് ബോഡിയിൽ ചെല്ലുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഗ്ലാൻഡ് സ്റ്റിമുലേറ്റഡ് ആവും. ഏത് ഹോർമോണാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. സോ ഇവിടെ നോക്കുന്നത് ആ ഒരു ഗ്ലാൻഡിൻ്റെ അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, ഓക്കെ ആണോ, കറക്റ്റ് ആയിട്ടാണോ, അതോ ഓവർ ആക്റ്റീവ് ആണോ, അതോ എങ്ങനെയാണത് ആക്ട് ചെയ്യുന്നതെന്ന് മെഷർ ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇൻസുലിൻ ടോളറൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഗ്രോത്ത് ഹോർമോണെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. അത് അങ്ങനെ നമുക്ക് പിറ്റ്യൂട്ടറി ഫങ്ഷനിങ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഫങ്ഷനിങ്ങിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി സപ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റിമുലസിനെ നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ്. സോ ദാറ്റ് ആ ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ, ആ ഒരു ഗ്ലാൻഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതോട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കണ്ടീഷൻസ്, ആ ഒരു ഹോർമോൺ ഓവർ പ്രൊഡക്ഷൻ്റെ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇവോക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ ആ ഒരു ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ രണ്ട് ടൈപ്പിലുള്ള ടെസ്റ്റുകളാണ് ഇനി വരുന്ന കോഡുകളിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാരഗ്രാഫാണ്. ദ ഫോളോയിങ് ടെസ്റ്റ് പാനൽസ് ഇൻവോൾവ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇവോക്കേറ്റീവ് ഓർ സപ്രഷൻ ഏജൻറ്റ്സ്, ദ ബേസ് ലൈൻ ആൻഡ് സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ് ഓഫ് ദെയർ ഇഫക്ട്സ് ഓൺ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പോൾ ഈ ഒരു സെക്ഷനിലും നമുക്ക് പാനലുകളായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ, അതായത് നമ്മുടെ പെത്തോളജി ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിൽ കണ്ട പോലെ വലിയ വലിയ പാനലുകളല്ല, പക്ഷെ ചെറിയ ചെറിയ പാനലുകളായിട്ട് തന്നെയാണ് ഈ ഒരു സെക്ഷനിലും കോഡുകൾ പോയിട്ടുള്ളത്. These codes are to be used for the reporting of the laboratory component of the overall testing protocol. For the administration of the evocative suppressive agents, see hydration, therapeutic, prophylactic, diagnostic, injections and infusions, and chemotherapy and other highly complex drug or highly complex biologic agent administration. In the code descriptors where reference is made to a particular analyte, cortisol 82533 is the code for cortisol. Into 2. The into 2 refers to the number of times the test for that particular analyte is performed. അതായത് ഇവിടെ നമുക്ക് ഓരോ പാനലുകളിലും മൾട്ടിപ്പിൾ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഓരോ ടെസ്റ്റുകളുടെ ബ്രാക്കറ്റിൽ ആ ടെസ്റ്റിൻ്റെ പെർട്ടിക്കുലർ കോഡ് ഏതാണോ അത് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് കോർട്ടിസോളാണ്. കോർട്ടിസോൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കോഡ് എന്ന് പറയുന്നത് 82533 ആണ്. അപ്പോൾ ഈ ഒരു പാനലിൽ ചിലപ്പോൾ *2 കാണാൻ പറ്റും. 82533 *2 എന്ന് പറഞ്ഞാൽ കോർട്ടിസോളിൻ്റെ മെഷർമെൻറ്റ് 2 ടൈംസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ എത്ര ടൈം ചെയ്തിട്ടുണ്ടോ അത്രയും ടൈം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പാനലായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ കോഡ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കോഡ് വരുന്നത് 80400 ACTH stimulation panel for adrenal insufficiency. This panel must include the following: cortisol 82533 *2. അതായത് ACTHൻ്റെ സ്റ്റിമുലേഷൻ പാനലാണ് ഇവിടെ പറയുന്നത്.
അഡ്രീനൽ ഇൻസഫിഷ്യൻസിക്കാണ്, അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനെ ടെസ്റ്റ് ചെയ്യാനാണ് ACTH സ്റ്റിമുലേഷൻ പാനൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാനലായിട്ടുള്ള 80400 എടുക്കണമെങ്കിൽ കോർട്ടിസോളിൻ്റെ ടെസ്റ്റ് 2 ടൈംസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി കോർട്ടിസോൾ 1 ടൈം മാത്രമേ ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 82533 ആണ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ 80400 റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കോർട്ടിസോൾ 2 ടൈംസ് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമേ 80400 എടുക്കാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് 80402 എന്ന് പറയുന്നത് ACTH സ്റ്റിമുലേഷൻ പാനലാണ് ഫോർ 21 ഹൈഡ്രോക്സിലേസ് ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ 21 ഹൈഡ്രോക്സിലേസിൻ്റെ ഡെഫിഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ACTH സ്റ്റിമുലേഷൻ പാനൽ ചെയ്തു. അതിൽ കോർട്ടിസോളിൻ്റെ ടെസ്റ്റ് 2 ടൈംസും 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോണിൻ്റെ ടെസ്റ്റ് 2 ടൈംസും ചെയ്താൽ മാത്രമേ 80402 എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ 2 കാര്യങ്ങളും കോർട്ടിസോളും 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോണും 2 പ്രാവശ്യം വെച്ച് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് 80402 എടുക്കാൻ പറ്റുള്ളൂ. അതല്ല കോർട്ടിസോൾ 1, 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ 1 എന്ന് പറഞ്ഞാൽ 82533 83498 മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി 80406 വരുമ്പോഴും ACTH സ്റ്റിമുലേഷൻ പാനൽ തന്നെയാണ് ഫോർ 3 ബേറ്റ ഹൈഡ്രോക്സി ഹൈഡ്രോജിനേസ് ഡെഫിഷ്യൻസി ആണ് പറയുന്നത്. സോ അവിടെയും നമ്മൾ കോർട്ടിസോളും 17 ഹൈഡ്രോക്സി പ്രിഗ്നനോളിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ടെസ്റ്റ് 2 ടൈംസ് ചെയ്താൽ മാത്രമേ നമുക്ക് 80406 റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പാനലിൻ്റെ അണ്ടറിൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പറഞ്ഞ, അതായത് പെത്തോളജിയിലെ ഫസ്റ്റ് പോർഷനിലുള്ള പാനലിൽ എന്ന് പറഞ്ഞാൽ ഓരോ ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ 2 ടൈംസ് ചെയ്തതും 3 ടൈംസ് ചെയ്തതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഒരു കംപ്ലീറ്റ് പാനൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഓരോന്നായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 80408 വരുമ്പോൾ ആൽഡോസ്റ്റിറോൺ സപ്രഷൻ ഇവാലുവേഷൻ പാനലാണ്. അതിൽ ആൽഡോസ്റ്റിറോൺ 2 ടൈംസും റെനിൻ 2 ടൈംസും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ 80408 എടുക്കാൻ പറ്റുള്ളൂ. 80410 കാൽസിറ്റോണിൻ സ്റ്റിമുലേഷൻ പാനലാണ്. അപ്പോൾ കാൽസിറ്റോണിൻ്റെ ടെസ്റ്റ് 3 ടൈംസ് ചെയ്താലാണ് 80410 എടുക്കാൻ പറ്റുള്ളൂ. 80412 കോർട്ടിക്കോട്രോപിക് റിലീസിങ് ഹോർമോൺ സ്റ്റിമുലേഷൻ പാനലാണ്. അതിൽ കോർട്ടിസോൾ 6 ടൈംസും അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ 6 ടൈംസും ആണ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ 80414 415 414 കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ സ്റ്റിമുലേഷൻ പാനലാണ്. 415 സെയിം പാനൽ തന്നെയാണ്, പക്ഷേ 414 ടെസ്റ്റോസ്റ്റിറോണിൻ്റെ റെസ്പോൺസ് ആണ് നോക്കുന്നത്, 415 എസ്ട്രാഡിയോളിൻ്റെ റെസ്പോൺസ് ആണ്. അപ്പോൾ അത് നോക്കുക, പിന്നെ എത്ര ടെസ്റ്റുകൾ ഉണ്ടെന്ന് നോക്കുക. ഇതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പാനൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഓരോ കോഡുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 80416 ആണെങ്കിൽ റീനൽ വെയിൻ റെനിൻ സ്റ്റിമുലേഷൻ പാനലാണ്. അതിൽ റെനിൻ 6 ടൈംസ് ആണ് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. 80417 പെരിഫറൽ വെയിൻ റെനിൻ സ്റ്റിമുലേഷൻ പാനലാണ്. റെനിൻ 2 ടൈംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 80418 കമ്പൈൻഡ് റാപ്പിഡ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഇവാലുവേഷൻ പാനലാണ്. ഈ പാനലിൽ നമുക്ക് കുറച്ച് അധികം ടെസ്റ്റുകൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതെല്ലാം 4 ടൈംസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ ടെസ്റ്റുകളും ഇൻക്ലൂഡഡ് ആയിരിക്കണം. എല്ലാത്തിലും 4 ടൈംസ് വെച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് 80418 എന്നുള്ള കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 80420 ആണ്. ഇതിലും നമുക്ക് ഡെക്സാമിത്തസോൺ സപ്രഷൻ പാനലാണ് പറയുന്നത്. ഒരു 3 ടെസ്റ്റുകളും ഉണ്ട്. അതെല്ലാം × 2 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് നോക്കിയിട്ട് കോഡുകൾ എടുക്കുക. ഫോർ സിംഗിൾ ഡോസ് ഡെക്സാമിത്തസോണിന് നമുക്ക് യൂസ് 82533 എന്ന് പറയുന്നുണ്ട്. ഇനി 80422 424 ഗ്ലൂക്കഗൺ ടോളറൻസ് പാനലാണ്. 422 പറയുന്നത് ഫോർ ഇൻസുലിനോമ ആണ്. 424 ആണെങ്കിൽ ഫോർ ഫിയോക്രോമോസൈറ്റോമയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. എത്ര ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് 3 ടൈംസ്, ഇൻസുലിൻ 3 ടൈംസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാനൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. 80426 428
8043 പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ സപ്രഷൻ പാനലാണ്. അതായത് നമ്മൾ സപ്രഷൻ ടെസ്റ്റിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ ഗ്ലൂക്കോസും ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണും ആണ് ടെസ്റ്റിലുള്ളത്. അതിൽ ഗ്ലൂക്കോസ് 3 ടൈംസും ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ 4 ടൈംസും ടെസ്റ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്. 8042 വരുമ്പോഴും അത് സപ്രഷൻ പാനൽ തന്നെയാണ്. ഇൻസുലിൻ ഇൻഡ്യൂസ്ഡ് സി പെപ്റ്റൈഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കുക. അതിൽ 3 ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻസുലിൻ 1 ടൈം, സി പെപ്റ്റൈഡ് 5 ടൈംസും ഗ്ലൂക്കോസ് 5 ടൈംസും. നെക്സ്റ്റ് 8044ഉം 8045 എന്ന് പറയുന്നത് ഇൻസുലിൻ ടോളറൻസ് പാനലാണ്. 434 ഫോർ ACTH ഇൻസഫിഷ്യൻസി ആണ്. അപ്പോൾ ആ പാനലിൽ കോർട്ടിസോൾ × 5ഉം ഗ്ലൂക്കോസ് × 5ഉം ആണ് പറയുന്നത്. സോ ഇൻ കേസ് ഇപ്പോൾ പറയുകയാണ് ACTH ഇൻസഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ഇൻസുലിൻ ടോളറൻസ് പാനൽ ചെയ്യുകയാണ്. അതിൽ കോർട്ടിസോൾ 4 ടൈംസും ഗ്ലൂക്കോസ് 5 ടൈംസുമാണ് ടെസ്റ്റ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 80434 എന്നുള്ള കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പകരം കോർട്ടിസോളിൻ്റെ 82533 × 4ഉം ഗ്ലൂക്കോസിൻ്റെ 82947 × 5ഉം ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 80435 വരുമ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻസുലിൻ ടോളറൻസ് ടെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് 5 ടൈംസും ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ 5 ടൈംസും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ 80435 റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് 80436, 80438 ആൻഡ് 80439 ആണ്. ഇതിൽ 8043 439 ടൈമും പറഞ്ഞിട്ടുണ്ട്. അതായത് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ സ്റ്റിമുലേഷൻ പാനലാണ്. 1 hour ആണ് ചെയ്തത്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ 3 ടൈംസ് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 8043 തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ 4 ടൈംസ് ടെസ്റ്റ് ചെയ്തു 2 hours ടൈമിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് 8043 ആണ്. സോ ഇത്രയാണ് ഈ ഒരു സെക്ഷനിലെ കോഡുകൾ വരുന്നത്. അപ്പോൾ ഇതിൽ ഒത്തിരി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല. നമ്മൾ ആകെ നോക്കേണ്ടത് കറക്റ്റായിട്ടുള്ള പാനലിൻ്റെ അണ്ടറിൽ ടെസ്റ്റുകൾ നോക്കുക. അപ്പോൾ പാനലായിട്ട് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൽ പറയുന്ന അത്രയും നമ്പർ ഓഫ് ടെസ്റ്റുകൾ പെർഫോം ചെയ്തിട്ടുണ്ടാവണം. ഇനി ചെയ്തിട്ടില്ല, ഇപ്പം 2 ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളിടത്ത് 1 ടെസ്റ്റേ പെർഫോം ചെയ്തിട്ടുള്ളൂവെങ്കിൽ ആ ഒരു കോഡ് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പാനൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല.